ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ബീഫ് റോസ്റ്റ് ആക്കാനാണ്. ഞാനപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ എങ്ങനെയാണ് ആക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ബീഫ് റോസ്റ്റിന് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഉപ്പ് ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കണേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കുക്കറിലോട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഓരോ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് എനിക്കിപ്പോൾ ഏകദേശം ഒരു 7 വിസിൽ വേണ്ടി വന്നു കേട്ടോ, നല്ലപോലെ വെന്ത് കിട്ടാൻ. അപ്പം നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ നിന്ന് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മടുപ്പ് വരില്ലല്ലോ നമുക്ക് ചെയ്യാൻ. ഇതിപ്പോൾ ഇത് ഞാൻ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോംബോ പറഞ്ഞില്ലല്ലോ, നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫ് റോസ്റ്റുമാണ്, പിന്നെ പപ്പടവും അച്ചാറും അങ്ങനെ. അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ പരിപ്പ് ഇത് വേവിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർക്കണം. അപ്പോൾ അരപ്പിലത്തേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇനി കടുക് താളിച്ചിടുക. കടുക് താളിക്കുമ്പോൾ കുറച്ചധികം തന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ബ്രൗൺ നിറത്തിൽ മൂപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പരിപ്പ് കറി അങ്ങനെ നല്ല മൂപ്പിച്ചിട്ട് കഴിക്കുമ്പോഴേ. പിന്നെ ഇതിലൊരു കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു പരിപ്പ് കറിയും ബീഫ് റോസ്റ്റും നമ്മുടെ നെയ്ച്ചോറൊക്കെ ഭയങ്കര ഒരു കോമ്പിനേഷനാണല്ലോ. നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് കറിയും പപ്പടമൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ വെച്ച് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഒരുവിധം കറികളൊക്കെ ഒരുവിധം ഒന്ന് ആക്കിയതിന് ശേഷമാണ് ലാസ്റ്റാണ് ഞാൻ നമ്മുടെ നെയ്ച്ചോറാക്കാൻ ഈസിയാണല്ലോ, പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാമല്ലോ. ഇന്നിപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സവാള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ എടുത്തിരിക്കുന്ന അരി അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് എടുക്കും. ഞാൻ ജീരകശാല അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതൊന്നാണല്ലേ നമ്മുടെ ഈ നെയ്ച്ചോറെന്ന് പറയുന്നത്. വെള്ളം നല്ലപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ, ഞാൻ പിഴിഞ്ഞിട്ടില്ല. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല തിളവന്ന് ഒന്ന് വറ്റണതിന് മുന്നേ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ഏകദേശം അധികം നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ നല്ലപോലെ നല്ല ഉതിർന്ന ചോറായിരിക്കും കേട്ടോ. പിന്നെ ഇത് ബീഫ് റോസ്റ്റിലത്തേക്കാണ്. ബീഫ് റോസ്റ്റിന് നമ്മൾ സവാള ഒന്ന് വഴറ്റിയിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഈ ബീഫ് റോസ്റ്റിൽ ഞാൻ തക്കാളിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളം പോലെ തോന്നും, പക്ഷേ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ആ സവാളയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നല്ല കട്ടിയിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇങ്ങനെ ഒന്ന്. ഇനിയിപ്പോൾ ലാസ്റ്റ് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടെടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും വേണമെങ്കിൽ ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഹാഫ് പോർഷൻ എടുത്തിട്ട് പൊരിക്കാനാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഡ്രൈ ആക്കി എടുത്താൽ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. തക്കാളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. പിന്നെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറും പരിപ്പും ബീഫ് റോസ്റ്റും നല്ല കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ക്ലീനിങ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ബാൽക്കണി വന്ന് മഴയൊക്കെ കണ്ട് നിൽക്കുകയാണ് കേട്ടോ.
പിന്നെ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, മക്കൾ വന്നിട്ടില്ല സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇത് ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, ബൈ.